പത്തനാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വകാര്യ ചാനലിലെ റിപ്പോർട്ടറായ പിറവന്തൂർ വാഴത്തോപ്പ് പള്ളി കിഴക്കേതിലിൽ ലിജോ തോമസിനാണ് സദാചാര ഗുണ്ടാക്രമണമുണ്ടായത്. മഴക്കെടുതിയുടെ ന്യൂസ് റിപ്പോർട്ടിനായി പോകവെ പുന്നല പോസ്റ്റ് ഓഫീസ് പടിക്കൽ വെച്ച് എതിരെ വന്ന ഓട്ടോ ലിജോ ഓടിച്ച കാറിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകട വിവരം ലിജോ പോലീസിനെ അറിയിച്ചത് എന്തിനാണെന്ന് പറഞ്ഞാണ് ഓട്ടോ ഡ്രൈവർ മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. പുന്നല മരുതിമൂട് പുരയിടത്തിൽ റഫീഖും കൂട്ടാളികളും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് ലിജോ പറയുന്നു. എന്തായിരുന്നു സംഭവം? എങ്ങനെയായിരുന്നു? എപ്പോഴായിരുന്നു? ഇന്നലെ വൈകിട്ട് 5:15 കഴിഞ്ഞ സമയത്ത് പുന്നലയിൽ നിന്ന് വാലിമുക്കിലോട്ട് വരുന്ന ഒരു സമയമായിരുന്നു. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ്റെ അവിടെ വെച്ചാൽ വളവിന് ചാറ്റുമഴ ഉണ്ടായിരുന്നു. അപ്പം അലിമുക്കിൽ നിന്ന് ഒരോട്ടോ ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ വണ്ടിയുമായിട്ട് ഇടിച്ച സമയത്ത് തന്നെ 10,000 പോലീസ് സ്റ്റേഷൻ ഇൻഫോം ചെയ്തായിരുന്നു. പോലീസ് വരുവാന്ന് പറഞ്ഞു. പോലീസ് വരുന്നതിന് കാത്തു നിൽക്കുന്ന സമയത്തായിരുന്നു അവിടെ ആൾ കൂടി കൂട്ടത്തിരുന്ന് ആ ഓട്ടോ ഡ്രൈവർ വന്ന് ആക്രമിക്കുകയായിരുന്നു ഉണ്ടായത്. ഓട്ടോ ഡ്രൈവറാണോ അതോ കണ്ടു നിന്നാണോ? ഓട്ടോ ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ പേരുണ്ടായിരുന്നു. ഓട്ടോ ഡ്രൈവറായിരുന്നു വന്ന് തല്ലിയത്. കാരണം യാതൊരു പ്രശ്നങ്ങളില്ലാതിരിക്കുമായിരുന്നു. ആ സമയത്തൊന്ന് മുന്നിൽ വന്ന് കുറേ കൂടെ വന്ന് തന്നെ അടിക്കുമായിരുന്നു. 10,000 പോലീസ് കേസ് രജിസ്റ്റേഡ് ആയിട്ടുണ്ട്. പോലീസ് എന്താ പറയുന്നത്? പോലീസ് കേസ് രജിസ്റ്റേഡ് ചെയ്തു. കാരണം വെച്ചാൽ സദാചാര പോലീസ് കളിക്കാനല്ല, നിയമം മനുഷ്യനെടുക്കാൻ കഴിയില്ല. അടിക്കേണ്ട കാര്യമില്ലായിരുന്നു. സംസാരിച്ചായിരുന്നു, കേസ് ഫയൽ ചെയ്യായിരുന്നു, കേസിൻ്റെ കാര്യങ്ങളിൽ പോകാനായിരുന്നു. പക്ഷേ ഇദ്ദേഹം അവിടെ ആക്രമിക്കായിരുന്നു ഉണ്ടായത്. സംഭവത്തിൽ പോലീസ് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം പുനലൂർ, പത്തനാപുരം താലൂക്കുകളിലെ പ്രാദേശിക മാധ്യമപ്രവർത്തകരെ അണിനിരത്തി ശക്തമായ പ്രതിരോധം സംഘടിപ്പിക്കുമെന്നും കേരള പത്രപ്രവർത്തക അസോസിയേഷൻ പുനലൂർ മേഖലാ സെക്രട്ടറി മൊയ്തു അഞ്ചൽ ആവശ്യപ്പെട്ടു. ലിജോ പത്തനാപുരം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭാരത് വിഷൻ, അഞ്ചൽ.